കാരണം ജിത്തു ജോസഫ് ഈസ് എ റിയൽ ജോർജ് കുട്ടി, ഈസ് ഇൻസ്പയർഡ് ഫ്രം ബ്രേക്കിംഗ് ബാഡ് സീരീസ്. ഹലോ ഗൈസ്, അപ്പോൾ ബ്രേക്കിംഗ് ബാഡ് കണ്ടവർക്കറിയാം ഈ വാൾട്ടർ വൈറ്റ് ആരാണെന്ന്, അഥവാ നമ്മുടെ ഹൈസൻബർഗ് ആരാണെന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ ഇപ്പോൾ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ദൃശ്യം സിനിമയിലെ ജോർജ് കുട്ടി ഈ വാൾട്ടർ വൈറ്റ് എന്ന കഥാപാത്രത്തോട് ഭയങ്കര അധികം സാമ്യത പുലർത്തുന്നുണ്ട്. വളരെയധികം സാമ്യത പുലർത്തുന്നുണ്ട്. ഇതാണ് എനിക്ക് ഈ വീഡിയോയിൽ മെയിനായിട്ട് പറയാനുള്ളത്. അപ്പോൾ ബ്രേക്കിംഗ് ബാഡ് എന്ന സീരീസ് എടുത്താലും, ദൃശ്യം എന്ന സിനിമ എടുത്താലും, ദൃശ്യം എന്ന ഫ്രാഞ്ചൈസി എന്നെടുത്താലും, രണ്ടിലും ഒരേ കോമൺ കാര്യം മാത്രമേ നമുക്ക് കാണാൻ പറ്റും. എന്താണ്? ഫാമിലി. അവരവരുടെ ഓരോരോ ഫാമിലിയിൽ നിന്നാണ് ഓരോരുത്തരുടെയും പ്രശ്നം തുടങ്ങിയിരിക്കുന്നത്. വാൾട്ടറിൻ്റെ പ്രശ്നം എടുത്തു കഴിഞ്ഞാൽ ഫാമിലിയിൽ നിന്നാണ്. പിന്നെ വാൾട്ടറിൻ്റെ പ്രശ്നം അവസാനിച്ചതും ഫാമിലിയിൽ നിന്നാണ്. പക്ഷേ ജോർജ് കുട്ടിയുടെ പ്രശ്നവും തുടങ്ങിയിരിക്കുന്നതും ഫാമിലിയിൽ നിന്നാണ്. ഇനി അവസാനിക്കാൻ പോകുന്നതും ഫാമിലിയിൽ നിന്നാണ്. അതാണ് ഇതിലെ മെയിൻ പാർട്ട്. ജോർജ് കുട്ടി എന്ന കഥാപാത്രം, ആ കഥാപാത്രത്തിൻ്റെ പ്രശ്നം അവസാനിക്കാൻ പോകുന്നത് ഫാമിലിയിൽ നിന്നാണ്. അതാണ് ദൃശ്യം 4 പ്രധാന കോർ എലിമെൻറ്റ് വരാൻ പോകുന്നത്. ജിത്തു ആഡ് ചെയ്യണമെങ്കിൽ ദൃശ്യം 4 അത്രയ്ക്ക് ഇമോഷണലായിട്ടായിരിക്കും എൻഡ് ചെയ്യാൻ പോകുന്നത്. ഭീകരമായിരിക്കുള്ളൂ, നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറമായിരിക്കുള്ളൂ ജിത്തു ജോസഫ് എൻഡ് ചെയ്യാൻ പോകുന്നത്. കാരണം ജിത്തു ജോസഫ് ഈസ് എ റിയൽ ജോർജ് കുട്ടി, ഈസ് ഇൻസ്പയർഡ് ഫ്രം ബ്രേക്കിംഗ് ബാഡ് സീരീസ്. എല്ലാവർക്കും ബ്രേക്കിംഗ് ബാഡ് എന്ന് പറഞ്ഞ സീരീസ് കണ്ടവർക്കറിയാം. ബ്രേക്കിംഗ് ബാഡ് എന്ന് പറഞ്ഞ സീരീസ് ഒരു തവണ അല്ല, ഞാൻ 2 തവണയാണ് കണ്ടേക്കണേ. 2ാമത്തെ തവണയാണ് ഞാൻ പറയണത്. അപ്പോൾ ഈ സീരീസ് കണ്ടവർക്കറിയാം, ജിത്തു ജോസഫാണ് ശരിക്കും ക്ലാസിക് ക്രിമിനൽ എന്ന് പറയാം, ക്ലാസിക് റൈറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ദൃശ്യം 3 എന്ന സിനിമയിലെ അവസാന രംഗത്ത് നടന്ന ഒരുപാട് നാടകീയത കണ്ടിരുന്നല്ലോ. ആ നാടകീയത എങ്ങാനും ജോർജ് കുട്ടിയുടെ ഭാര്യയായ റാണി ഇതറിഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരിൽ നിന്ന് അകറ്റിയെടുത്താനേ ശ്രമിക്കുള്ളൂ. ഒന്നാമത് എല്ലാ കേസും കഴിഞ്ഞ് എല്ലാ കേസും കംപ്ലീറ്റ് ജോർജ് കുട്ടി അവസാനം എന്താണ് കീഴടങ്ങുകയും ചെയ്തത്. അപ്പോൾ 5 കൊല്ലത്തിന് ശേഷം ജോർജ് കുട്ടി പുറത്ത് വരുന്നു, എല്ലാം കംപ്ലീറ്റ് ആവുന്നു. എങ്ങനെയാവുന്നു? ആ കേസുമായി എല്ലാം ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആവുന്നു, ഇയാൾ കുറ്റവിമുക്തനാവുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു പ്രശ്നം വരേണ്ടത്. അപ്പോൾ ഗീതാ പ്രഭാകരനായിരിക്കില്ല ഇവിടുത്തെ പ്രശ്നം, ജോർജ് കുട്ടിയുടെ കുടുംബമായിരിക്കുള്ളൂ ഇവിടുത്തെ ഏറ്റവും വലിയ വെല്ലുവിളി. ജോർജ് കുട്ടീൻ്റെ കുടുംബമായിരിക്കുള്ളൂ ഇവിടുത്തെ ഏറ്റവും വെല്ലുവിളി വരാൻ പോണത്. കാരണം അവസാനത്തെ ആ രംഗം എങ്ങാനും അൻസിബ ചെയ്ത ക്യാരക്ടർ അഞ്ജു, ആ ക്യാരക്ടർ എങ്ങാനും റാണി ഇതറിഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരിൽ നിന്ന് അകറ്റിയിരുത്താനേ ശ്രമിക്കുള്ളൂ. കാരണം സ്വന്തം മക്കളെ രക്ഷിക്കാൻ വേണ്ടി കൊല്ലാൻ പോയാലും മടിക്കാത്തൊരു കഥാപാത്രമാണ് ജോർജ് കുട്ടി. അപ്പോൾ ഇതിൽ വാൾട്ടറിൻ്റെ കാര്യത്തിലെടുത്ത് കഴിഞ്ഞാൽ ഫാമിലിക്ക് വേണ്ടി മറ്റുള്ളവരെ കൊല്ലാൻ വേണ്ടി മടിക്കാത്ത ഒരാളാണ് ഹൈസൻബർഗ്. അതേപോലെ തന്നെ ഇവിടെ ഇത്തിരി വ്യത്യാസമായിട്ട് ചിന്തിച്ചെന്നുള്ളൂ. പിന്നെ ഒരു ഫാമിലിക്ക് ഉള്ളിൽ നടക്കുന്ന ഒരു പ്രശ്നം, കാരണം ജോർജ് കുട്ടീനെ ഒരു ക്രിമിനലാണെന്ന് മനസ്സിലാക്കുന്നതും പിന്നെ കറ്റി നിർത്തുന്നതും, പിന്നെ അതുമൂലം അവിടെ നിന്നായിരിക്കും ഗീതാ പ്രഭാകരൻ്റെ ഒരു അറ്റാക്ക് പ്രതീക്ഷിക്കണം. അപ്പോഴായിരിക്കുള്ളൂ ജോർജ് കുട്ടി വീണ്ടും ഒരു കൊല ചെയ്യേണ്ടി വരുന്നതും, വീണ്ടും പിരിച്ചു വെക്കേണ്ടി വരുന്നതും, ഫാമിലിയും തിരിയും, ഇയാൾക്കെതിരെ വന്ന ആൾക്കാരും തിരിയും. പക്ഷേ ഇയാൾ ചെയ്തിരുന്നത് തൻ്റെ ഫാമിലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഒരു കാര്യമാണ് ചെയ്തിരുന്നത്. വീണ്ടും ആ കാര്യം ചെയ്തപ്പോൾ ഫാമിലിയും തിരിയുന്നു, വന്ന ആൾക്കാരും തിരിയുന്നു, ഒരു ടീമാവുന്നു. അതായിരിക്കും ചിലപ്പോൾ നടക്കാൻ പോണത്. 4-മതിൽ അതീവ തകർച്ചയായിരിക്കുള്ളൂ ജോർജ് കുട്ടിക്ക് സംഭവിക്കാൻ പോകുന്നത്. ഇത്ര ബ്രില്യൻ്റ് ആയിട്ടുള്ള മനുഷ്യന് അതീവ തകർച്ചയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. തൻ്റെ കുടുംബം എതിരെ തിരിയുകയും തൻ്റെ എതിരെ നിന്നിരുന്ന ആൾക്കാരും തനിക്കെതിരെ തിരിയുകയും. ഇനി ലാസ്റ്റ് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിഷ്ടപ്പെട്ട ഒരുപാട് കഥയുണ്ട്, നോവലുണ്ട്, തിരക്കഥയുണ്ട്, സിനിമയുണ്ട്. അപ്പോൾ നമുക്കിഷ്ടപ്പെട്ട കാര്യം അതേപോലത്തെ ഒരു കാര്യം നമ്മൾ ചെയ്തിട്ട് ഒരു ജനങ്ങളുടെ ഇടയിൽ ശ്രദ്ധ നേടുകയാണെങ്കിൽ, ജനങ്ങളുടെ ഇടയിൽ ഭയങ്കര പ്രീതിപ്പെടുത്തുകയാണെങ്കിൽ അത് നമുക്ക് കിട്ടാൻ ഭയങ്കര അംഗീകാരമായിരിക്കുള്ളൂ. അപ്പോൾ ജിത്തു ജോസഫ് ഇങ്ങനെ തന്നെ സംഭവം ചെയ്തേക്കണം. ബ്രേക്കിംഗ് ബാഡ് എന്ന സീരീസ് അദ്ദേഹം നല്ല രീതിയിൽ കണ്ടിട്ടുണ്ട്, നല്ല രീതിയിൽ കണ്ട് മനസ്സിലാക്കി, വെറുതെ കാണണമല്ല, കണ്ട് മനസ്സിലാക്കി പഠിച്ചിട്ട് തന്നെയാണ് വേറെ ഒരു കളി കളിച്ചേക്കണം. നല്ല മൂവായിരുന്നു. അതുപോലെ ഇറക്കണം ഒരു തിരക്കഥ. നമുക്ക് ഇഷ്ടപ്പെട്ടൊരു സിനിമ, നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ആസ് അനലൈസർ സൈനിങ് ഓഫ്.